നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 6-7 ദിവസം ഇടിമിന്നൽ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ അതിതീവ്രമായ മഴയ്ക്കും മെയ് 19 മുതൽ 22 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ച സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ബാലസംഘം SFI DYFI തിരുത്തേക്കാട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന സദസ്സ് DYFI ചാർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ജിംഷാർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റൌഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ, അനന്തു കെ ദിനേഷ്, പ്രദീപ് കുമാർ TV, ഷൈജു KS, ചന്ദ്രശേഖരൻ KK എന്നിവർ സംസാരിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ടായി ഭക്ഷണം കഴിക്കാതെ. അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ട്, ഒരാൾ സഹായിക്കാതെ അത് പട്ടിണി എടുക്കുന്നുണ്ട്, അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തില്ലേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. വിവിധ ബുദ്ധിമുട്ടുകൾ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പറയുന്ന ആളുകളൊക്കെ തന്നെ കണ്ടെത്തുകയും അവരൊക്കെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത് സമൂഹത്തിൻ്റെ കൂടി ഉന്നമനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഉന്നമനത്തിൻ്റെ കൂടി ഭാഗമാകാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. തളിക്കുളം തമ്പാൻകടവ് മയൂർ ഭദ്രകാളി ദുർഗാ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ വിദ്യാ ഗോപാല സമൂഹാർച്ചന നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് വിദ്യാഗോപാല സമൂഹാർച്ചന എന്നിവ നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി സനീഷ് ജഗന്നിവാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാരോൺ, സുൻസിൻ ശാന്തി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നൻ മയൂർ, കൃഷ്ണൻകുട്ടി, വത്സല, കണ്ണൻ മയൂർ, രമ മയൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാം ചും പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാം ചും പ്രയച്ഛ മേ. മെയ് 25 സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത തൊഴിലാളി മഹിളാ യുവജന സംഘടനകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഘടനകളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ജൂൺ 3 രാവിലെ 9:30 എറണാകുളം എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അന്നേ ദിവസം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവേശനോത്സവം നടക്കും. സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊതുവായ ഒരു മാർഗനിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സമ്പൂർണ്ണ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ പരിസരം, ക്ലാസ് മുറികൾ, ടോയ്ലറ്റ്, സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മറ്റ് പൊതുവായ സ്ഥലങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കണം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. സ്കൂളുകൾ തുടർച്ചയായി അടഞ്ഞുകിടക്കുന്നതിനാൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരമിടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് പോളിടെക്നിക് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാനതല പ്രവേശന നടപടികൾ 20 ആരംഭിക്കും. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഹയർ സെക്കൻഡറി VHSE അല്ലെങ്കിൽ ITI KGCE പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിക്കുന്ന 11 അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരുമിച്ച് 50% മാർക്ക് ലഭിച്ച് ഹയർ സെക്കൻഡറി VHSE പാസ്സായിരിക്കണം.
2 വർഷ ITI KGCE കോഴ്സുകൾ പാസ്സായവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ 1-ാം വർഷത്തിൻ്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാക്കണം. മെയ് 31 വരെ അപേക്ഷിക്കാം. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി ഫീസ് അടയ്ക്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.